എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിജയുടെ ഭാര്യ സംഗീത വിജയ്ക്കെതിരെ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നു. അവള് നമ്മളെ പറ്റിയാ പറഞ്ഞത്, നമ്മളെ പറ്റിയല്ല നിന്നെ പറ്റി. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഈ ഡിവോഴ്സിന് കാരണം എന്താണെന്നാണ് സംഗീത കൃത്യമായി പറയുന്നു. അഡൾട്ടറി കോസ് ആണ് കാരണം. അതായത് നടൻ വിജയ്ക്ക് മറ്റൊരു ബന്ധം. നിനക്കതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഇതെല്ലാം കൂടി നീ എങ്ങനെ മാനേജ് ചെയ്യും ഗോപാലേഷ? ഒരു നടിയുമായി വിജയ്ക്ക് മറ്റൊരു അവിഹിത ബന്ധമുണ്ടെന്ന് പറയുന്നത് ഭാര്യയായ സംഗീതയാണ് ഫയൽ ചെയ്യുന്നത്. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ചില മുഖംമൂടികൾ അഴിഞ്ഞു വീണു ഗോപാല. Though the respondent initially assured that he would end the relationship, കയ്യോടെ തൂക്കി എന്നിട്ട് പറയുന്നു ഞാൻ ഇത് അവസാനിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോലും he continued. ജനസംസാരം അങ്ങനെയാ. എന്റെ എല്ലാ മാനവും പോയി. ഈ കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് വന്ന സമയത്ത് ഒരു പ്രൈവറ്റ് ജെറ്റിലാണ് ഇവർ വരണത്. ആദ്യത്തെ 2 പേര് ഈ വിജയുടെയും തൃഷയുടെയും പേരാണ്. ഈ എനിക്ക് തന്നെ വിശ്വാസമില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. ഈ തൃഷ ഇടയ്ക്കിടയ്ക്ക് സോളോ ട്രിപ്പ് പോകാറുണ്ട്. സോളോ ട്രിപ്പ് ആണെന്നും പറഞ്ഞ് പോകുന്ന ട്രിപ്പിനകത്ത് എല്ലാം വേറെ ഒരാളുടെ സാന്നിധ്യം പലരും നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഇത് വാരിസിന്റെ സക്സസ് പാർട്ടിയാണ് ഇവരെല്ലാരും കൂടെ ഉള്ളത്. ആ സിനിമയ്ക്കകത്ത് അഭിനയിച്ച ടീംസ് എല്ലാരും കൂടെ ഉള്ളത്. സെയിം ലൊക്കേഷനിൽ തൃഷയും കണ്ടിട്ടുണ്ട്. ദാണ്ടേ പറ്റിപ്പോയി സാറേ, പറ്റിപ്പോയി. എന്നാലും ഇവൻ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ഇതാണ് മറ്റേ ഷൂവിന്റെ ഇമേജ് ലീക്ക് ആയിട്ടുള്ളത്. ഇത് ആ ഒരു ട്രിപ്പിനകത്താണെന്ന് തോന്നുന്നു. ഈ ഷൂ വിജയുടെ ആണ് എന്നുള്ള തരത്തിൽ അന്ന് ആളുകൾ തപ്പിയെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പിക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ സെയിം ഷൂ ഇട്ടുകൊണ്ടാണ് വിജയ് അവിടെ നിൽക്കുന്നത്. വീട്ടിൽ കയറി വന്ന് എന്റെ ഉണ്ണിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. തർക്കിക്കണ്ടമ്മേ, ശരിയാ മോനെ അതെല്ലാം എയാണ് ഒരു ഫാബ്രിക്കേറ്റഡ് വീഡിയോസിനും എന്നെ എന്റെ ഭാര്യയും തകർക്കാനാകില്ല. ഇവർ രണ്ടുപേരുടെ അന്നത്തെ ഒരു CCTV ഫുട്ടേജ് സ്പൈകൾക്ക് പോലും കാണത്തില്ല ഇത്രയും ഗതികേട്. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. സ്പോട്ടഡ് ടുഗദർ ഇൻ ഓസ്ലോ. ഓസ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർവേയുടെ തലസ്ഥാനം. അവിടെ വെച്ച് ഇവരെ രണ്ടുപേരെയും കണ്ടതിന്റെ പിക്കാണ് പുറത്തു വന്നേക്കുന്നത്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? She posted a story that she is possessive and someone or something is her forever. ഒരു ഓഗസ്റ്റ് 25-ന് ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് ആണിത്. ഈ ഓഗസ്റ്റ് 25-ന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. നിന്നെ കാണുന്നത് തന്നെ എനിക്ക് പേടിയാ. സിനിമ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് ഇത് അറിയാമെന്നുള്ള കാര്യം. ജ്യോതികയുടെ ഒരു പോസ്റ്റിന്റെ അടിയിൽ ഇങ്ങനത്തെ ഒരു കമന്റ് വന്നു, വിജയ് ഈസ് ബെറ്റർ ദാൻ യുവർ ഹസ്ബൻഡ് എന്നും പറഞ്ഞിട്ട് ജ്യോതിക ദാണ്ട ഇങ്ങനെ ചിരിക്കുന്ന ഒരു ഇമോജി ഇട്ട് കൊടുത്ത്. ശവത്തെ കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. പറ്റിയില്ലല്ലോ.